ആരും കണ്ടില്ല. തലയ്ക്കുള്ള എക്സർസൈസാ. ആ എക്സർസൈസ് നല്ലതാ. തലയ്ക്കകത്തൊന്നും ഇല്ലാത്തല്ലേ? തലയ്ക്കകത്തൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് ഇത്രയും ബുദ്ധിയുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പ്രായമായ പെമ്പിളറുടെ വീടാ. കേൾപ്പെടാത്ത അകത്ത് പല്ല് വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നല്ലോ. ഉണ്ട്, പക്ഷെ ഇവിടെ തുപ്പാൻ പറ്റില്ലല്ലോ. അവിടെ തുപ്പായിരുന്നല്ലോ. തുപ്പാൻ, പക്ഷെ ഇവിടെ നിന്ന് തേക്കാൻ പറ്റില്ലല്ലോ. എങ്ങോട്ടാ? അല്ല, എന്നെ അത്യാവശ്യമായിട്ട് 5-6 പേര് ഇവിടെ കാണാൻ വരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പോവാ. ഞാൻ ക്രിക്കറ്റ് പ്ലെയറാ. കപിൽ ദേവന്റെ ഫ്രണ്ടാ. ബൗളിംഗ് കാണണം. അയ്യോ, അച്ഛനെ ഏറുകൊണ്ടേ ഏറുകൊണ്ടേ. ചാത്തൻ, ചാത്തൻ, ഇത് ചാത്തൻ തന്നെയാ. എന്താ? എന്ത് പറ്റി? ചാത്തൻ, ചാത്തൻ. ചാത്തനൊന്നും അല്ല. ഈ മനുഷ്യൻ എന്താ? കാക്ക എന്തോ കൊണ്ടുവന്നിട്ടിട്ട് പോയതാ. എന്നിട്ട് അതാ ഇവിടെ. ഞാൻ തിന്നു. ഓ, കൊല്ലാൻ നടക്കണം. കീ എടുക്കാൻ മറന്നു. ഏത് കീ? എന്ത് കീ? എന്ന് മുതലായി ഈ കപിൽ ദേവായത്? അപ്പൊ അതും കണ്ടു. കുളിക്കാൻ കയറാന്ന് പറഞ്ഞിട്ട് ഞാൻ കുളിച്ചോളാം. അതെ, രാവിലെ മഞ്ജു, ഉച്ചയ്ക്ക് രാധ, വൈകുന്നേരം ഷീല, അതൊക്കെ പോരെ? ഇതിലും കൂടെ കയറി മാന്തണോ? താൻ അറിഞ്ഞ ആ കല്ല് ചെന്ന് കൊണ്ടതേ പെണ്ണിന്റെ അച്ഛന്റെ കഴുത്തിനാ. എന്റെ ഫാദർ ഇല്ലായുടെ കഴുത്തിന് കല്ല് കൊണ്ടപ്പോ എന്റെ ഹൃദയത്തിൽ കല്ല് കൊണ്ടതുപോലെ എനിക്ക് തോന്നിയത്. ഫാദർ ഇല്ല, എനിക്ക് ഫാദർ ഇല്ല എന്ന് പറയായിരുന്നു. പതുക്കെ പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയ കാലത്ത് എന്റെ ഫാദർ ഇല്ല എന്നോട് ഇവിടെ പറഞ്ഞു. ഇങ്ങനെ പോയാൽ താമസിയാതെ പിച്ചെടുക്കേണ്ടി വരും. ഇനി ഞാനൊരു രഹസ്യം പറയാം. ആ പെൺകുട്ടിയുമായി കഴിഞ്ഞ 3 വർഷമായി ഞാൻ അഗാധമായ പ്രണയത്തിലാണ്. അന്ന് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്നു. അവളോട് പറയുമായിരുന്നു, ഗിരിനിരകളിൽ നിന്നും നിനക്ക് ഞാൻ സുഗന്ധം തുളുമ്പുന്ന പുഷ്പങ്ങൾ കൊണ്ടുവരും. നീല ശംഖുപുഷ്പങ്ങൾ, വയലറ്റ് ഓർക്കിഡ് പുഷ്പങ്ങൾ, പൂക്കൂടെ നിറയെ സ്നേഹം, ചൂരൽ കൂടെ നിറയെ ചുടുചുംബനങ്ങൾ. അങ്ങനെ ഞങ്ങളുടെ പ്രണയം അനുദിനം മൊട്ടിട്ട് പൊട്ടി വിടർന്നു. മനസ്സിലായോ? എന്ത് മനസ്സിലായി? തന്റെ പ്രേമം പൊട്ടി, താൻ മുട്ടയിട്ടു. മണ്ണാങ്കട്ട കരിയില്ല. കാശിക്ക് പോയി. എപ്പോ? ഇപ്പോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും ഇതുപോലുള്ള ദുർനടത്തം ഞാൻ കണ്ടാൽ ഡോക്ടറായി മാറിയ ബ്രോക്കർ വ്യാജന്റെ കഥ ഈ നാട് മുഴുവൻ ഞാൻ പാട്ടാക്കും. ചതിക്കല്ലേ പ്ലീസ്. ഇനി ഒരു സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാ. അതറിയാലോ. എന്നാ പോയി കുടിക്കാൻ എനിക്ക് ഇത്തിരി വെള്ളം എടുത്തോണ്ടോ? അത്രേ ഉള്ളോ? എപ്പോഴും തന്നെ വെള്ളം കുടിപ്പിക്കാൻ ഞാനുണ്ടാവും ബാല. ബാലൻ നിന്റെ കേട്ടില്ല, ഒന്നുകൂടെ പറയോ ബാല. ബാലൻ നിന്റെ അച്ഛൻ. ആരിത് ശാന്തയോ? നീ അങ്ങോട്ട് കൊടുക്കല്ലടി വന്നേ. അതെ അതെ. അയ്യോ ശാന്തമ്മേ, എന്ത് കഷ്ടം. കളയില്ലേ കളയില്ലേ. ചാരായ നിരോധനം. ഉള്ളിയൊക്കെ ഭയങ്കര വിലയാ. എടി ശാന്ത, നീ അങ്ങോട്ട് തിന്ന് ചക്കക്കുരി പോലെ ആയില്ലടി. ആ പോർച്ചെ പോർച്ചെ മോളടിക്കാൻ ഞങ്ങൾ വന്നല്ലോ. വേഗം 200 തന്നാട്ടെ, വേഗം 2 സ്മോള് വന്നാട്ടെ. മോളടിക്കാൻ അവന്നല്ലോ. ശാന്തേ, അവിടെ ആ മുകളിൽ പണി തീരാത്ത മുഴുവൻ വാടകയ്ക്ക് കൊടുക്കോ? വാടകയ്ക്ക് കൊടുക്കുന്ന രാഘവേട്ടൻ പറഞ്ഞു കേട്ടത്. ഒന്ന് മുട്ടി നോക്ക്. മുട്ടിയാൽ തുറക്കപ്പെടുമോ? കൂടുതൽ മുട്ടല്ലേ. ശാന്ത വീട് 100 എടുക്ക്. പോ. ഓക്കെ, 1000 രണ്ടുപേരുടെയും 2000. താത്താ, ഇത് ബാങ്ക് ഉദ്യോഗസ്ഥനാ ചന്ദ്രൻ. ഇത് പട്ടാമ്പി സംസ്കൃത കോളേജ് അധ്യാപകനാ. പത്രാസ്. അപ്പൊ മോന്റെ സ്ഥലം എവിടെയാ? ജനിച്ചതാം കോയമ്പത്തൂരാഹ, വളർന്നതാം കേരളത്തിലാഹ, തൃശ്ശൂരിനാഹ.
ആഹാ അപ്പൊ നമ്മുടെ നെഹയുടെ ആളുകളാ. അല്ല താത്ത, ഇത് സംസ്കൃത മലയാളമാണ്. ആഹാ മോനെന്താ മറിഞ്ഞേക്കണേ? മോന്റെ സ്ഥലം എവിടെയാ? 1967 കേരള സംസ്ഥാനത്തിലെ ഏറ്റവും ഉയരം കൂടി ജില്ലയായ വയനാട്ടിൽ ജനിക്കേണ്ടിയിരുന്ന ഞാൻ അച്ഛനും അമ്മയും കൂടി ചില സാങ്കേതിക കാരണങ്ങളെല്ലാം ഉപേക്ഷിച്ച് തിരുവനന്തപുരത്ത് എത്തിയതിനാൽ തിരുവനന്തപുരത്ത് പൂജപ്പുരയിലെ കൊച്ചു റൂമിൽ സുഖമായി പ്രസവിച്ചു. ഞാനല്ല അമ്മ. സൂപ്പർ വാച്ചിൽ വന്നോണ്ടായിരിക്കും മോനെ ഇത്ര സ്പീഡ്. വിളക്കവിടെ മോനെ ഒരു ചായ. ഒന്നല്ല രണ്ടല്ല, മൊത്തം 3 ചായ. ആർക്ക് കുടിക്കാം? എപ്പോഴും കുടിക്കാം. അങ്ങനെ കുടിക്കവേ ഒരു ചായ. രണ്ടുപേരുടെയും സംസാര രീതി ഇതാണെങ്കിൽ മേളി അടി ഉറപ്പ്. അതെന്താ? അതെന്താന്നോ, അടി ഉറപ്പുള്ളതാ മേലെ. മേലെ രണ്ടുപേര് താമസിക്കുന്നുണ്ട്. പാവത്തുങ്ങളാ. പാവത്തിങ്ങളായോണ്ടല്ലേ ഞങ്ങളോട് ഇമാതിരി പണി ചെയ്ത്? അല്ല ഇവന്മാര് കാട്ടിയാതിക്കാരെ എന്താ ഇത്? തട്ടി? ആരെ തട്ടി? എവിടെയും തട്ടിയില്ല. മറ. എല്ലാത്തിനും ഒരു മറ വേണം. അതിനാണ് സാറേ ഇത്. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മനുഷ്യര് പോയിട്ട് 4 കോഴിക്കുഞ്ഞുങ്ങൾക്ക് പോലും താമസിക്കാൻ അതിനകത്ത് സ്ഥലമില്ല. ഏതായാലും ഞങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അത്ര ശരിയല്ലല്ലോ. ഓ ഞങ്ങളുടെ മനസ്സ് ഇവിടെ ഉടക്കിപ്പോയി ഈ മുറിയില്. അതുകൊണ്ട് മാത്രം ഇപ്പൊ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടുന്ന് പോകുന്ന കാര്യം ഓർക്കുമ്പോ എന്റെ കരള് വിങ്ങുക. കരൾ വെക്കത്തിന് പഞ്ചലോകയുടെ മവണക്കല്ലിൽ ചാലിച്ച് ആടലോടത്തിന്റെ ഇലകൾ ചേർത്തുണ്ടാക്കിയ നല്ല ഗുളികൾ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. ഒരു വൈദ്യനാ. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നതിന് തലയിൽ നെല്ലിക്കാത്തളം വെച്ച് ഗുരുഗുരു ചിത്തക നെയ് സേവിക്കണമെന്ന് ചിലർ പറയും. പക്ഷെ അത് കേൾക്കേണ്ട കാര്യമല്ല. ഇതൊരു രോഗമല്ല, ഇതൊരു ശീലമാണ്. പോരെ, പട മേടിച്ച് പന്തളത്തിൽ വന്നപ്പോ പന്തളം കുളച്ച് പടാന്ന് പറഞ്ഞ പോലെയായി. യവന്മാർക്ക് എന്തോ ലക്ഷണ പെശകുണ്ട്. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഈ കുഷ്മാണ്ടങ്ങൾക്ക് അടി ഉറപ്പാണ്. ഞങ്ങൾക്ക് എത്ര ഇടി കിട്ടിയാലും അതിന്റെ നേരെ ഇരട്ടി ഞങ്ങൾ അങ്ങോട്ട് ഇട്ട് തരും. മനസ്സിലായോ? എടോ പുഷ്പിള്ളേ, തന്നെ ഞങ്ങൾ ഇങ്ങനെ മൊത്തത്തില് പുള്ളി ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്റെ വിരൽ? കലക്കി ബാ. ബാലല്ലടാ പുല്ല്. സോറി, തന്റെ പേര് എപ്പോഴും തെറ്റിപ്പോകും ബാല. 93 മോഡലാ. ഇന്നലെ പറഞ്ഞതുപോലെ ടോപ്പ് റേറ്റ് തന്നെ വാങ്ങി തന്നേക്കണം. ഇവളുടെ ഒറ്റ നിർബന്ധത്തിനാണ് എഴുതിയിരിക്കുന്നത് സീലോ വേണമെന്ന്. ഇന്നൊരു ദിവസത്തേക്ക് ബസ്സിൽ വെക്കൂ. ദാ കാണുന്ന ബസ് സ്റ്റോപ്പ്. സമയമില്ല. ഇതാ താക്കോൽ. എനിക്ക് ഓഫീസിലെത്തണം. ഓക്കെ. ചായക്കായിരിക്കും അല്ലേ സാർ? ഹസനിക്കയുടെ കടയിൽ തൊട്ടാ കൈപൊള്ളുന്ന നല്ല ചൂട് പരിപ്പോടെ കാണും. ഒരു 5-6 എണ്ണം. ഒന്നും വേണ്ട. ഈ മാരുതി വേനൊന്ന് ഓടിച്ചു നോക്കിയേ. അതിന്റെ സൗണ്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. എന്താ? ബസ്സൊക്കെ നിർത്താതെ ഓടിച്ചു പോവാ. എനിക്ക് കോളേജിൽ പോവാൻ സമയമായില്ലേ? അതിനെന്താ, കേൾക്കോളൂ. ഈ വാൻ എങ്ങനെയുണ്ട്? നല്ല വണ്ടി കേട്ടോ. എനിക്കിത് കഴിഞ്ഞ മാസം ഡാഡി ബർത്ത്ഡേ പ്രസന്റ് ആയിട്ട് തന്നതാ. ഞാൻ സാധാരണയായി ആർക്കും ഇങ്ങനെ ലിഫ്റ്റ് കൊടുക്കാറില്ല. പിന്നെ തനിക്ക് എന്തുകൊണ്ടാണ് തന്നതെന്ന് ചോദിക്കും. എന്തുകൊണ്ടാ? സത്യം പറയാലോ, താൻ വണ്ടി കയറിയ നിമിഷം മുതൽ ഐ ഫോർഗെറ്റ് എവറിത്തിങ്, ഈവൻ ദി സ്റ്റിയറിംഗ്. വണ്ടി നിർത്ത്. ഫ്രണ്ടിൽ കയറാനായിരിക്കും അല്ലേ? അവിടെ വെച്ച് ബാക്കിൽ കയറി നന്നായിട്ടോ. ബുദ്ധിമതിയാ. വണ്ടി നിർത്താൻ. എന്താ എന്താ കാര്യം? ഞങ്ങൾ വിൽക്കാൻ കൊടുത്ത വണ്ടി കയറി ഇരുന്നിട്ട് എന്നോട് അനാവശ്യം പറയുന്നു. പതുക്കെ പറ. ആൾക്കാർ കേട്ടാ തെറ്റിദ്ധരിക്കും. അയ്യോ, ഞാൻ എന്താ ഇവിടെ? ഏയ് ചുമ്മാ ഞാൻ കാറ്റുള്ള ഇറങ്ങിയതാ. എന്താ ഇവിടെ? ഞാൻ ഈ ആർക്കിടെക്ട് ചെറിയാനൊക്കെയാണ് ഇറങ്ങിയത്. അയാൾ മരിച്ചില്ല. പക്ഷെ ഇയാൾ മരിച്ചിട്ടില്ല. പുല്ലേ സാർ, ഞാനൊന്നും ചെയ്തില്ല. ആ പെൺകുട്ടി ലിഫ്റ്റ് വണ്ടിയുടെ സസ്പെൻഷനിലെ ഈ ടെൻഡർ സരസൻ എങ്ങോട്ടാണ് ഓടിപ്പോയത്? സാർ, അയാൾ അതുവഴി പോയിട്ട് ആ 2ാം നില ചാടി കിടന്ന് അങ്ങോട്ട് പോയി. ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കരുത്. ശരി സാർ. Come on.
ടെൻഡറും ലേലവും നടക്കുന്ന സ്ഥലങ്ങളിൽ വലിയ മുതലാളി എന്ന വ്യാജേന ചെന്ന് മറ്റ് ടെൻഡറുകാരെയും വിളിക്കാരെയും കബളിപ്പിച്ച് മുങ്ങുന്ന ടെൻഡർ സരസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു തട്ടിപ്പ് വീരനെ പോലീസ് ഊർജിതമായി തിരയുന്നു. വേണ്ടി വന്നാൽ കണ്ട ഉടൻ ഇയാളെ 303 റൈഫിൾ കൊണ്ട് ഉണ്ട തീരുന്നത് വരെ വെടിവെച്ചു കൊല്ലാൻ DIG വടിവേലു ഉത്തരവിട്ടിട്ടുണ്ട്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടുകയല്ല പരത്തുക വേണ്ടത്. കളറാസ്കൽ. ശരിയാ ശരിയാ, ഈ ക്രിമിനൽസിനെ കൊണ്ട് ഇപ്പൊ ജീവിക്കാൻ വയ്യാന്നായിട്ടുണ്ട്. ഏത് പത്രം അത്? വാർത്തയുടെ ദാ ഇവിടെ. അത് വരന്മാരെ ആവശ്യമുണ്ടോ? അല്ല ഇവിടെ. അത് കാണുമാരില്ല. അവിടെ അല്ല, ദാ ഇവിടെ. അത് ചരമം ചരമവാർത്ത വരും. നീ എന്താ പറഞ്ഞത്? ഒരു വിരൽത്തുമ്പിൽ അമ്മയും മറ്റേ വിരൽത്തുമ്പിൽ അമ്മൂമ്മയും പിടിച്ചോണ്ട് നടന്ന എഞ്ചിനീയർ ആയെന്ന്. താണനിലത്തെ നീരോടു. താണനിലത്തല്ലടാ, പോലീസുകാരന്റെ ഇടി കൊള്ളുന്നിടത്താ നീര് വീഴാൻ പോകുന്നത്. പ്ലീസ് വെറുതെ എന്നെ ഇങ്ങനെ മാറ്റിക്കരുത്. അവന്മാരോട് അറിഞ്ഞ ആകെ പ്രശ്നമാവും. താമസിക്കാൻ സ്ഥലം കിട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് ശങ്കൻ അറിഞ്ഞൂടെ? ശങ്കറല്ല, സാറെന്ന് വിളിക്ക. സാറെന്ന് വിളിക്കാൻ. സാറേ, ആ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ടോ? പോടന്ന്. എടുക്കാൻ. വെള്ളമല്ല, ഞാൻ വിഷം എടുത്തു തരും. നിന്നെ വെള്ളം ഒന്നും എടുക്കണ്ട. പക്ഷെ ഇന്ന് മുതൽ നിന്റെ ടെൻഡർ എമൗണ്ടില് 80-20, 70-30, 60-40, 55-45. 50-50. വേണ്ട വേണ്ട എന്ന് വെക്കുന്നു തലക്കറി ഇരിക്കുക. തലയിൽ ആരും കാണുന്നില്ലല്ലോ. ഒന്നുമില്ല. അതല്ലെന്ന് ആ സർക്കാർ സാറാമ്മ അവരിവിടെ തുറച്ചേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്താ കാര്യം? ഛോ, ഇനി ആ താത്തയെ വിളിക്കാൻ തെറിയൊന്നുമില്ല. ചേട്ടാ, ഒരു എക്സാമ്പിൾ പറയാമോ? ഏറ്റവും കടുപ്പം കുറഞ്ഞതറിയാം. അവര് ചേട്ടനെ തെറി വിളിക്കേണ്ട കാര്യം എന്താ? അസൂയ. അവിടെ കച്ചവടമില്ല, ഞങ്ങൾക്ക് ഭയങ്കര കച്ചവടം. അപ്പൊ അവരെ ഒന്ന് ഒതുക്കി തരണം, അത്രയല്ലേ ഉള്ളൂ. ഞങ്ങളേറ്റു. അവനെ നാളെ അതിന് ഇവിടെ കാണില്ല. പിന്നെ എവിടെ കാണും? താഴെ കടയിൽ കാണും. ഓ. അപ്പൊ പിന്നെ പറഞ്ഞ പോലെ അതേറ്റു. കൈ താഴെ. എന്തിനാ ആവശ്യമില്ലാത്ത ഈ പുലിവാലൊക്കെ കറിയാക്കാൻ പോകുന്നത്? അതോ, ഇന്നു മുതൽ നമ്മൾ 2 ഫ്രോഡുകളും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ആ രാഘവേട്ടനെയും താത്തയും സാറാമ്മച്ചേട്ടത്തെയും ഒക്കെ വഹിച്ച് നമ്മുടെ ജീവിതം ആരംഭിക്കാൻ പോവുകയാണ്. എങ്ങനെ? ബെസ്റ്റ്. അപ്പൊ ജയ് ഫ്രോഡ്. ജയ് ഫ്രോഡ്.